A+2 സ്വാഗതം. സ്കൂളുകളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. സ്കൂളുകളിൽ അവധിക്കാലത്തിന് ഏതൊക്കെ സമയങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്, പരീക്ഷകളുടെ തീയതികൾ ഏതൊക്കെയായിരിക്കും, പ്രവൃത്തി ദിനങ്ങൾ വർദ്ധിപ്പിച്ചത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. ആദ്യമായി എത്ര വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഈ അക്കാദമിക് ഇയറിൽ സ്കൂളുകളിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഇത് 10ാം ക്ലാസ് വരെയുള്ള അക്കാദമിക് കലണ്ടർ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരങ്ങളാണ്. 10ാം ക്ലാസ് വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഈ അധ്യയന വർഷം 220 പ്രവൃത്തി ദിനങ്ങൾ ആയിരിക്കും ഉണ്ടാവുക. ശരിക്കു പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഒരു ഇൻ്റർവെൻഷനെ തുടർന്നാണ് ഇങ്ങനെ പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനോട് കടുത്ത എതിർപ്പ് അധ്യാപക സംഘടനകൾക്കുണ്ടെങ്കിലും സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. 204 പ്രവൃത്തി ദിനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർക്കിംഗ് അവേഴ്സ് കൂടുതലുള്ള ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും നേരത്തെ ഉണ്ടായിരുന്ന വർക്കിംഗ് ഡേയ്സ് 195 ആയിരുന്നു. അത് ഈ അക്കാദമിക് ഇയറിലും അതുപോലെ തന്നെ തുടരും എന്നുള്ളതാണ് എടുത്തിട്ടുള്ള തീരുമാനം. ഇപ്പോഴത്തെ അക്കാദമിക് കലണ്ടർ പ്രകാരം 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിൽ 25 സാറ്റർഡേയ്സ് അതായത് ശനിയാഴ്ചകൾ വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും. ഇതിലാകട്ടെ 16 ഡേയ്സ് തുടർച്ചയായ 6 വർക്കിംഗ് ഡേയ്സ് വരുന്ന ആഴ്ചകളിലും ആയിരിക്കും. ശരിയായ നിലയിൽ പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ ചട്ടം പറയുന്നത് ഒരു അക്കാഡമിക് ഇയറിൽ 220 വർക്കിംഗ് ഡേയ്സ് വേണം എന്നുള്ളതാണ്. ഇതിൽ ആകെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് 20 ദിവസത്തെ ഇളവ് നൽകാം എന്നുള്ള ഒരു അധികാരമുണ്ട്. കഴിഞ്ഞ വർഷം വരെ 1 മുതൽ 10ാം ക്ലാസ് വരെ 195 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് 204 ഡേയ്സാക്കി ഉയർത്തുന്നതിന് നിർദ്ദേശം നൽകിയത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നു. ഇപ്രാവശ്യം 204 എന്നുള്ളത് 210 ദിവസമാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നെങ്കിലും 204 ദിവസങ്ങൾ തന്നെയായി പിന്നീട് തീരുമാനം വരികയായിരുന്നു. പഠന നിലവാരത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അധ്യയന ദിനങ്ങൾ കുറയ്ക്കുന്നതിന് എതിരെ സ്കൂൾ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയുടെ ഡയറക്ഷനെ തുടർന്ന് ഗവൺമെൻറ് ഇക്കാര്യം സജീവമായി ചർച്ചയ്ക്ക് വിധേയമാക്കുകയും സർക്കാർ ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയുമാണ് ചെയ്തത്. സർക്കാർ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് പുതിയൊരു മൂവ്മെൻറ്റ് നടത്താൻ തീരുമാനം ആയെങ്കിലും അത് സംബന്ധിച്ചിട്ടുള്ളൊരു പുതിയ ഹർജി ഹൈക്കോടതിയിൽ വരാൻ ഇരിക്കുന്നതിനിടയിലാണ് പുതിയ അക്കാദമിക് കലണ്ടർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിലേക്ക് പോകാനാണ് അധ്യാപക സംഘടനകൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്നും അറിയുന്നു. ഇനി നമുക്ക് സ്കൂളുകളിലെ ഓണം ക്രിസ്മസ് അവധികൾ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നോക്കാം.
ഓണമായാലും ക്രിസ്മസ് ആയാലും 9 ദിവസത്തെ അവധി ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് 10 ദിവസമായിരുന്നു മുൻപ്. ഇനി മുതൽ ഇത് 9 ദിവസമാക്കി ചുരുക്കാനാണ് ഇപ്പോഴുള്ള തീരുമാനം. അതുപോലെ സ്കൂളിലെ ആദ്യപാദ ആനുവൽ എക്സാമിനേഷൻ അഥവാ വാർഷിക പരീക്ഷ സെപ്റ്റംബർ 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആയിരിക്കും. ഓണാവധിയുടെ തീയതി 14-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ്. 2-ാം പാദ വാർഷിക പരീക്ഷ നടക്കുന്നത് ഡിസംബർ 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ആയിരിക്കും. ക്രിസ്മസിൻ്റെ അവധി 21-ാം തീയതി ആരംഭിച്ച് 29-ാം തീയതി വരെ തുടരും. LSS, USS എക്സാമിനേഷനുകൾ ഫെബ്രുവരിയിലായിരിക്കും നടക്കുക. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള വാർഷിക പരീക്ഷകൾ മാർച്ച് ആദ്യവാരം നടത്താനും ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 3 മുതൽ 28 വരെ നടത്താനുമാണ് ഇപ്പോഴുള്ള തീരുമാനം. സ്കൂളിൻ്റെ വെക്കേഷൻ